ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റാണ്. PBECT 304 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു കോർ സബ്ജക്റ്റാണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമുക്കിതിൻ്റെ സിലബസ് പറയാം, ഡീറ്റെയിൽ ചെയ്ത് എങ്ങനെ സിലബസ് പറയാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ, ഇൻറ്റേർണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ. ഇതാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ S3 2024 സ്കീമാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ സീനിയേഴ്സ് അറ്റൻഡ് ചെയ്താണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ഒരു ന്യൂമറിക്കൽ പേപ്പറാണ് മെയിനായിട്ട്, ന്യൂമറിക്കൽ പ്ലസ് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ് LCD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും ഞാനൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രോ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡ് വരുന്നത് PBECT 304 ആണ് കോഴ്സ് കോഡ് വരുന്നത്. അതിന് മൊത്തം ഇൻറ്റേർണൽ മാർക്ക് പറയുന്നത് 60 മാർക്കാണ്. ബാക്കി സബ്ജക്റ്റിന് ഡിഫറൻ്റ് ആണ്. ബാക്കി എല്ലാത്തിലും ഇൻറ്റേർണൽ വരുന്നത് 40 ആണ്. ഇവിടെ ഇൻറ്റേർണൽ വരുന്നത് 60 മാർക്കാണ് അല്ലേ. അതുപോലെ എക്സ്റ്റേണൽ മാർക്ക് 40 ആണ്. അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. എക്സാമിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 2 hours 30 minutes ആണ്. ഇതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് ഇവർ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കുറേ ഫണ്ടമെൻ്റൽ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രീ എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു തിയറി സബ്ജക്റ്റാണ്. തിയറി എന്ന് പറയുന്നുണ്ടെങ്കിലും ന്യൂമറിക്കൽ പ്ലസ് ഡിസൈൻ ആണ് സാധാരണ രീതിയിൽ ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മൊഡ്യൂളുകളാണ് മൊത്തം ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് നമുക്കൊന്ന് നമ്മുടെ KTU സിലബസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സർക്യൂട്ട്സ്, അതുപോലെ തന്നെ ബൂലിയൻ അൽജിബ്ര, ഇങ്ങനെ 2 ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കുന്ന ഒരു കേസ് നമുക്ക് പറയാം. എന്തൊക്കെയാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്? നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ നമ്പർ ബേസ് കൺവേർഷൻ എന്നുള്ളൊരു പാർട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇൻ ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ഒന്ന് ബൈനറി, 2 ബേസ് വരുന്ന സിസ്റ്റമാണ് ബൈനറി, 0ഉം 1ഉം ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് ഡെസിമലിൽ നമുക്ക് 0, 1, 2, 3 up to 9 വരെ, ഇതാണ് ഡെസിമൽ. അടുത്താണ് ഒക്ടൽ എന്ന് പറയുന്നത് 0 മുതൽ 7 വരെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇത് ഒക്ടലാണ്. അടുത്താണ് ഹെക്സാഡെസിമൽ, 0 തൊട്ട് 9 വരെ, A തൊട്ട് F വരെ, ഇതാണ് ഹെക്സാഡെസിമൽ. ഓക്കെ, ഇത്രയും നമ്പർ സിസ്റ്റംസും അതിൻ്റെ മ്യൂച്വൽ കൺവേർഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഇതിൽ ഈ ബൈനറി നമ്പേഴ്സിനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഇതാണ് മെയിനായിട്ട് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ, ഒരു നെഗറ്റീവ് നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സൈൻഡ് ആയിട്ടും അൺസൈൻഡ് ആയിട്ടും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ BCD അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് ബൂലിയൻ അൽജിബ്രയാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. ബൂലിയൻ അൽജിബ്ര എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് ബൂലിയൻ അൽജിബ്ര തിയറംസ് ആൻഡ് ലോസ്. ഓക്കെ, അതുപോലെ തന്നെ 2 രീതിയിലുള്ള ബൂലിയൻ എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്നാണ് SOP അല്ലെങ്കിൽ സം ഓഫ് പ്രൊഡക്റ്റ്, ഒന്നാണ് POS അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സം. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ SOP POS എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് എ മൊമെൻറ്റ്. അപ്പോൾ SOP എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സ്പ്രഷൻ എഴുതാണ്, A bar into BC പ്ലസ് A into B into C bar പ്ലസ് ABC. അപ്പോൾ ഇത് ശരിക്കും ഒരു SOP എക്സ്പ്രഷനാണ്. അതായത് ഒരുപാട് പ്രൊഡക്റ്റുകളുടെ സമ്മാണ് SOP. POS എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇപ്പോൾ ഞാനൊരു എക്സ്പ്രഷൻ എഴുതുന്നുണ്ട്, ഇൻറ്റു ഇത് ശരിക്കും പറഞ്ഞാൽ POS ആണ്. അതായത് ഒരുപാട് സമ്മുകളുണ്ട്, ആ സമ്മുകളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് സം ഓഫ് പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സം
സിംപ്ലിഫൈ ചെയ്യാം. ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ കനോണിക്കൽ ഫോം, ഇതിൽ എന്താണ് മിൻ ടേം എന്ന് പറയുന്നത്, അതുപോലെ എന്താണ് മാക്സ് ടേം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൂലിയൻ എക്സ്പ്രഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്ന് ബൂലിയൻ അൽജിബ്ര വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. അടുത്താണ് കെ മാപ്പ് അല്ലെങ്കിൽ കർണോഫ് മാപ്പ്. 4 വേരിയബിളുള്ള ഫംഗ്ഷൻ നമ്മൾ കെ മാപ്പ് എന്നുള്ളൊരു ടേബിൾ മെത്തേഡ്, ഒരു സെൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഗേറ്റ്സ്, അതായത് യൂണിവേഴ്സൽ ഗേറ്റുകളെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സൽ ഗേറ്റിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നാൻഡ് നോർ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ മെയിനായിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ആദ്യം പഠിക്കാനുള്ളത് ഹാഫ് ആഡറും ഫുൾ ആഡറുമാണ്. അതുപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറുമാണ്. ഹാഫ് ആഡർ എന്ന് പറഞ്ഞൊന്നുമല്ല, 2 ഇൻപുട്ടുകളെ ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഹാഫ് ആഡർ. അപ്പോൾ നമുക്ക് എയും ബിയും ആണ് നമുക്ക് വരുന്നതെങ്കിൽ ജസ്റ്റ് എ മൊമെൻറ്റ്, സം അതുപോലെ തന്നെ ക്യാരി എന്നുള്ള 2 ഔട്ട്പുട്ടുകളാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഹാഫ് ആഡർ. ഇതേപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടർ ഉണ്ട്. ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇൻപുട്ട് വരും, എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട്. ഇവിടെ ഡിഫറൻസ് ബോറോ എന്നുള്ള 2 ഔട്ട്പുട്ടുകൾ വരികയാണെങ്കിൽ ഇതിന് നമുക്ക് ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറയാം. അതുപോലെ തന്നെ ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഇൻപുട്ടുകൾ വരും. ഒരു ഇൻപുട്ട് എ, ഒരു ഇൻപുട്ട് ബി, ഒരു ഇൻപുട്ട് സി. ഇവിടെ 2 ഔട്ട്പുട്ടാണ് വരിക, ഒന്ന് സമ്മും ഒന്ന് ക്യാരിയും. 3 ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന ഫുൾ ആഡർ. ഇതുപോലെ തന്നെ നമുക്ക് 3 ഇൻപുട്ടുകൾ വരും, എയും ബിയും സിയും. ഇതിന് ഡിഫറൻസും ബോറോയും ആക്കുകയാണെങ്കിൽ, അതായത് 2 ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന സർക്യൂട്ട് ഹാഫ് ആഡർ, 3 ആണെങ്കിൽ ഫുൾ ആഡർ. 2 ഇൻപുട്ടുകളെ സബ്ട്രാക്ട് ചെയ്യുന്നത് ഹാഫ് സബ്ട്രാക്ടർ, 3 ആണെങ്കിൽ ഫുൾ സബ്ട്രാക്ടർ. ഓക്കെ, ഇതുപോലെ തന്നെ എന്താണ് BCD ആഡർ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? ഇതുപോലെ തന്നെ റിപ്പിൾ ക്യാരി ആഡർ, അതുപോലെ ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകോഡേഴ്സും എൻകോഡേഴ്സും എന്താണ്? ഡീകോഡർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് n നമ്പർ ഓഫ് ഇൻപുട്ടും 2n നമ്പർ ഓഫ് ഔട്ട്പുട്ടും വരികയാണെങ്കിൽ ഇത് ഡീകോഡർ. നേരെ തിരിച്ച് 2n ഇൻപുട്ടും n നമ്പർ ഓഫ് ഔട്ട്പുട്ടും വരികയാണ്, ഇതെന്താണ്? എൻകോഡർ. അപ്പോൾ 2 ഉണ്ട്, ഒന്ന് ഡീകോഡറും ഒന്ന് എന്താണ്? എൻകോഡറും. അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ കോഡ് കൺവേർട്ടേഴ്സ് ആൻഡ് കമ്പാരേറ്റേഴ്സ്. ഒരു കോഡിനെ വേറൊരു കോഡായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സർക്യൂട്ട് തന്നെയാണ്. ഈ സർക്യൂട്ടിന് ആക്ച്വലി എന്തുണ്ടായിരിക്കും? 2 ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, എയും ബിയും. ഇത് വെച്ചിട്ട് നമുക്ക് 3 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ വെദർ ഇറ്റ് ഈസ് എ ലെസ് ദാൻ ബി, വെദർ ഇറ്റ് ഈസ് എ ഈക്വൽ ടു ബി, ആൻഡ് വെദർ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ കമ്പാരേറ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ പാരിറ്റി ജനറേറ്റർ ആൻഡ് ചെക്കർ. അതുപോലെ തന്നെ മൾട്ടിപ്ലക്സേഴ്സ് ആൻഡ് ഡീമൾട്ടിപ്ലക്സേഴ്സ്. മൾട്ടിപ്ലക്സേഴ്സ് ആൻഡ് ഡീമൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞാൽ പാരിറ്റി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഓഡ് പാരിറ്റി ആണോ ഈവൻ പാരിറ്റി ആണോ, അതായത് വൺസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അത് ഓഡ് പാരിറ്റി, വൺസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതൊരു ഈവൻ പാരിറ്റി. ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് നമുക്ക് പാരിറ്റി ജനറേറ്റർ, അത് പാരിറ്റീസ് ചെക്ക് ചെയ്യാനുള്ളൊരു കേസാണ്. പിന്നെ മക്സും ഡിമക്സും ആണ്. മക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും വരുന്നൊരു കേസാണ് മക്സ്. അതുപോലെ തന്നെ സിംഗിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വരുന്നതാണ് ഡിമക്സ്. മക്സ് എന്താണ്, ഡിമക്സ് എന്താണ്? ഇതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ യൂസിങ് മൾട്ടിപ്ലക്സേഴ്സ് വെച്ചിട്ട് ബൂലിയൻ ഫംഗ്ഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നൊരു കേസ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് വെരിലോഗ് HTL എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ്. HTL എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജിനാണ് നമ്മൾ HTL എന്ന് പറയുക. ഈ HTLൻ്റെ ഒരു ഓവർവ്യൂ പഠിക്കാനുണ്ട്, അതിൻ്റെ ബേസിക് ലാംഗ്വേജ് എലമെൻറ്റ്സും സിൻടാക്സും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾസും ഡാറ്റ ടൈപ്സും പഠിക്കാനുണ്ട്, അതിൻ്റെ മോഡലിംഗ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് വെരിലോഗ്, സിമുലേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ബേസിക്സ്. ഇതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. ഇനി തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത് ഒരു മിനിറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ മൊഡ്യൂള്
നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് ഇത്രയും പോർഷനാണ്. ശ്രദ്ധിക്കണം എല്ലാവരും. ഇത് മൊഡ്യൂൾ 4 എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, മൊഡ്യൂൾ 3ൽ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ കോമ്പിനേഷൻ സർക്യൂട്ട് എന്നുള്ളൊരു കേസ് ആയിരുന്നു. നമ്മൾ ആഡറും സബ്ട്രാക്ടറൊക്കെ പറയുന്നതിനെ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയാം. ഇതേ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ മെയിനായിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് ആദ്യത്തെ സീക്വൻഷ്യൽ സർക്യൂട്ടിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ ഇവിടെ പഠിക്കാനുണ്ട്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലാസ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ജാക്ക് ആൻഡ് കിൽബി ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൺവേർഷൻ ടെക്നിക്സും കുറച്ച് കോമൺ ആയിട്ടുള്ള കുറേ ടേബിൾസും നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട്. ഇനി അടുത്ത ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് സിസോ അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, സിപ്പോ അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ പിസോ പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, പിപ്പോ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് അല്ലേ. ഇതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇതുപോലെ കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. കൗണ്ടേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. എന്താണ് റിംഗ് കൗണ്ടർ, എന്താണ് ജോൺസൺ കൗണ്ടർ, എന്താണ് അസിൻക്രണസ് കൗണ്ടർ, എന്താണ് സിൻക്രണസ് കൗണ്ടർ, എന്താണ് മോഡ് എൻ കൗണ്ടർ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെ 3 കോൺസെപ്റ്റുകളാണ് നമുക്ക് മെയിനായിട്ട് എന്തിൽ കവർ ചെയ്യാനുള്ളത്, മൊഡ്യൂൾ 3ൽ. ഇനി മൊഡ്യൂൾ 4ലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്നുള്ളൊരു പാർട്ടും ലോജിക് ഫാമിലീസ് എന്നുള്ളൊരു പാർട്ടുമാണ്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസിൽ നമുക്ക് 2 സ്റ്റേറ്റ് മെഷീൻസ് ആണ്. അത് ഒന്ന് മിലി മോഡലും ഒന്ന് മൂർ മോഡലും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റേറ്റ് അസൈൻമെൻറ്റ് ടെക്നിക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ടേബിൾ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് റിഡക്ഷൻ മെത്തേഡ്സ് ഫോർ ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെയാണ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസിൽ കവർ ചെയ്യാനുള്ളത്. പിന്നെ ലോജിക് ഫാമിലീസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സിൻ്റെ ലോജിക് ഫാമിലീസ് കവർ ചെയ്യാനുണ്ട്. അതിൽ കുറേ പാരാമീറ്റേഴ്സ് നോക്കാനുണ്ട്. എന്താണ് നോയ്സ് മാർജിൻ, എന്താണ് ഫാൻ ഇൻ, എന്താണ് ഫാൻ ഔട്ട്, അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിഷൻ ടൈം, പവർ ഡിലേ പ്രൊഡക്റ്റ് ഒക്കെ എന്താണ്, ഇതാണ് ലോജിക് ഫാമിലീസിൽ കവർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലീസ് നോക്കാനുണ്ട്. ഒന്ന് TTL അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ലോജിക്ക്, ഒന്ന് ECL അല്ലെങ്കിൽ എമിറ്റർ കപ്പിൾഡ് ലോജിക്ക്, ഒന്ന് CMOS, അത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ CMOS എന്ന് പറയുന്നത്. ഇതൊക്കെ കവർ ചെയ്യാനുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് CMOSും TTLും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇൻവേർട്ടർ ഉണ്ടാക്കാൻ പറ്റുക, നാൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റുക, നോർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെ ഗേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതെത്രയാണ് നമുക്ക് ഇതിൻ്റെ സിലബസ് ബ്രീഫ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും എന്താണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇൻറ്റേർണൽ ഇവാലുവേഷനാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റും 40 ഇൻറ്റേർണൽ ഇവാലുവേഷൻ, ഇവിടെ 60. ഓക്കെ, അതിൽ 5 മാർക്ക് നമ്മുടെ അറ്റൻഡൻസിനാണ്, 30 മാർക്ക് നമുക്ക് പ്രൊജക്റ്റാണ്. അതിൽ 12.5 മാർക്സ് ഫസ്റ്റ് ഇൻറ്റേർണൽ, 12.5 മാർക്ക് സെക്കൻഡ് ഇൻറ്റേർണൽ. അപ്പോൾ 30 മാർക്ക് ഇൻറ്റേർണലും അറ്റൻഡൻസും കൂട്ടിയിട്ടാണ്. ബാക്കി വരുന്ന 30 മാർക്ക് പ്രൊജക്റ്റാണ്. അപ്പോൾ പ്രൊജക്റ്റിന് കുറേ പാർട്ടുകൾ ഇവിടെ പറയുന്നുണ്ട്. അവർ എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യാമെന്നുള്ളത് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. കുറച്ച് റാൻഡം സജഷൻസ് ആണ് KTU പറയുന്നത്. ഒരു സീക്വൻസ് ജനറേറ്റർ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ട്രാഫിക് ലൈറ്റ് കൺട്രോളർ എങ്ങനെ ചെയ്യാം, മൾട്ടിപ്ലക്സർ ബേസ്ഡ് പേഴ്സൺ പ്രയോറിറ്റി ചെക്ക് ഇൻ എയർപോർട്ട്, വേവ് ഫോം ജനറേറ്റർ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ കൗണ്ടർ, ഫാസ്റ്റ് ആഡേഴ്സ്, ഹാമിംഗ് കോഡ് ബേസ്ഡ് പാരിറ്റി ചെക്കർ, അരിതമെറ്റിക് ലോജിക് സർക്യൂട്ട് യൂസിങ് FPGA. ഇതൊക്കെയാണ് ശരിക്ക് പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നത്. അതായത് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു റാൻഡം ആയിട്ടുള്ള, ഇപ്പോൾ 0, 1, 2, 3 പകരം 0 കഴിഞ്ഞിട്ട് 5, 5 കഴിഞ്ഞിട്ട് 7, 7 കഴിഞ്ഞിട്ട് 10, 10 കഴിഞ്ഞിട്ട് 12, 12 കഴിഞ്ഞിട്ട് വീണ്ടും 0,
ഇങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടാക്കാം. ഇതൊരു പ്രൊജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് കൺട്രോളർ, അതായത് ഓരോ ജംഗ്ഷനിലുള്ള ട്രാഫിക്കിൻ്റെ കൗണ്ട് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ടൊരു ട്രാഫിക് ലൈറ്റ് കൺട്രോളറിൻ്റെ ഡിസൈൻ. അതുപോലെ തന്നെ പ്രയോറിറ്റി ചെക്ക് സിസ്റ്റം അറ്റ് എയർപോർട്ട്. നമ്മൾ പ്രയോറിറ്റി എൻകോഡർ എന്നുള്ള ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാം. ആ പ്രയോറിറ്റീസ് അനുസരിച്ച് എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് നമുക്ക് ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. വേവ് ഫോം ആൻഡ് ജനറേറ്റർ, വേരിയസ് ആയിട്ടുള്ള വേവ് ഫോംസ്, സൈൻ വേവും സ്ക്വയർ വേവും ഒക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതിൻ്റെ ജനറേറ്റർ. അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വിസിറ്റർ കൗണ്ടർ, കൗണ്ട് ദി നമ്പർ ഓഫ് പീപ്പിൾ ഓർ ഒബ്ജക്റ്റ് എൻറ്ററിങ് ആൻഡ് ലീവിങ് എ പ്രിമിസസ് യൂസിങ് സെൻസേഴ്സ് ആൻഡ് ഡിജിറ്റൽ കൗണ്ടേഴ്സ്. ഒരു കൗണ്ടറിലേക്ക് വരുന്ന മൊത്തം ആളുകളുടെ എണ്ണം കൗണ്ട് ചെയ്യുന്നൊരു സർക്യൂട്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആഡേഴ്സ്, നമ്മൾ ഒരുപാട് ആഡേഴ്സ് പഠിച്ചു, ഈ ആഡേഴ്സിൻ്റെ ഫാസ്റ്റ് ആഡർ ആക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഹാമിംഗ് കോഡ് ബേസ്ഡ് പാരിറ്റി ചെക്കർ. പാരിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈവൻ പാരിറ്റി, ഓഡ് പാരിറ്റി ഉണ്ട്, അതിനെ ചെക്ക് ചെയ്യുന്നതാണ് ഇത്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് യൂസിങ് FPGA. ഇതൊക്കെയാണ് നമുക്ക് പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 മാർക്ക് നമുക്ക് മൊത്തം പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഏതെങ്കിലും ഒന്ന് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ കൺസേഷൻ കിട്ടുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. മനസ്സിലായല്ലോ? യെസ് യെസ്. ഇനി ഇതിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ മൊത്തം 40 മാർക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്നുള്ളൂ. 60 മാർക്ക് ഇൻറ്റേർണലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കൂ നിങ്ങൾ, പാർട്ട് എ എന്ന് പറയുന്നത് മൊത്തം 16 മാർക്കാണ്. 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ, ടോട്ടൽ 8 questions. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 മാർക്സ്. ബാക്കി എല്ലാത്തിലും 3 മാർക്കായിരുന്നു. ഇവിടെ 3 മാർക്കിന് പോലെ 2 മാർക്കിൻ്റെ 8 questions ആണ് ഉണ്ടാവുക. അങ്ങനെ 16 മാർക്കാണ് പാർട്ട് എ. 18 മാർക്കാട്ടോ അത് പാസ്സാകാൻ വേണ്ടത് 40-ൽ. ഓക്കെ. പാർട്ട് ബി എന്ന് പറയുന്നത് മൊത്തം 24 മാർക്കാണ്. അതായത് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 6 മാർക്ക്. 2 questions വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഔട്ട് ഓഫ് വിച്ച് 1 question ഷുഡ് ബി ആൻസേർഡ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 2 subdivisions. ഇതാണ് ശരിക്കും ഇത് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് അതിൻ്റെ പാറ്റേൺ മൊത്തം 40 മാർക്കാണ്. ഇനി നമുക്ക് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊന്ന് ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ബൈ തോമസ് എൽ ഫ്ലോയിഡ് ആണ്. ഇത് 11th edition 2017 ബുക്കാണ്. ഈ ബുക്കാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കായിട്ട് സിലബസിൽ പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഗ്രീൻ കളർ ടെക്സ്റ്റ് കണ്ടോ, അത് നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് ബുക്കായിട്ട് പറയാൻ പറ്റും. പിന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഡിജിറ്റൽ ലോജിക് വെരിലോഗ് ഡിസൈൻ ബൈ സ്റ്റീഫൻ ബ്രോൺ, മെഗ്രോ ഹിൽ എഡ്യൂക്കേഷൻ, 2nd edition. ഓക്കെ. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബുക്ക്, ഡിജിറ്റൽ ലോജിക് വിത്ത് വെരിലോഗ് ഡിസൈൻ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരുപാട് റെഫറൻസ് ബുക്കുകളിലൂടെ പറയുന്നുണ്ട്. ഒന്ന് ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ഇൻട്രൊഡക്ഷൻ ടു വെരിലോഗ് HTL, VHDL ആൻഡ് സിസ്റ്റം വെരിലോഗ് ബൈ മോറിസ് മനോ, മൈക്കിൾ ഡി ക്ലിട്രി, പേഴ്സൺ ഇന്ത്യ, 6th edition 2018. ഈ ഫസ്റ്റ് ബുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. രണ്ടാമത്തെ ബുക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ബൈ ആനന്ദ് കുമാർ. ആനന്ദ് കുമാറിൻ്റെ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിൽ ക്ലാസ് എടുക്കുമ്പോൾ കുറേ ടോപ്പിക്കുകൾ റെഫർ ചെയ്യുന്നത് ഈ ആനന്ദ് കുമാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ബേസിലാണ്. ഇതിലെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇതാണ് റെഫർ ചെയ്യുന്നത് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ബുക്കാണ് ഇതെല്ലാം. യെസ്. ഓക്കെ. മൂന്നാമത്തെ ബുക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ലോജിക് സർക്യൂട്ട് ആൻഡ് ലോജിക് ഡിസൈൻ വിത്ത് വെരിലോഗ് ബൈ ബ്രോക്ക് ജെ, സ്പ്രിംഗ്ലർ പബ്ലിക്കേഷൻ, 2nd edition 2019. ഈ മൂന്നാമത്തെ ബുക്ക്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസൈൻ വെരിലോഗ് HTL ആൻഡ് ഫണ്ടമെൻ്റൽസ് ബൈ ജോസഫ് കാവാക്, CRC പ്രസ്, 1st edition 2008. ഇതാണ് നാലാമത്തെ ബുക്ക്. നിങ്ങൾ കണ്ടോ ഈ ബ്ലാക്ക് കളർ ബുക്ക്. അടുത്ത ബുക്കാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസ് ബൈ DV ഹാൾ, 1989 പബ്ലിഷ്, ഓൾഡസ്റ്റ് ബുക്കാണിത്. ഇതിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ നല്ല എഫക്റ്റീവായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടോ 5 റെഫറൻസ് ബുക്കും 2 ടെക്സ്റ്റ് ബുക്കും പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ആനന്ദ് കുമാറിൻ്റെ ബേസിൽ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൽ ഒരുപാട് NPTEL വീഡിയോസ് ഇവിടെ പറയുന്നുണ്ട്, NPTEL ലിങ്കുകൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കിത് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇതിലൊരു NPTEL കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ NPTEL കോഴ്സസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ സബ്ജക്റ്റ് തെറോയിട്ട് മനസ്സിലാവും. അപ്പോൾ NPTEL കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് ആക്ടിവിറ്റി പോയിൻ്റ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ ഏതൊക്കെ NPTEL കോഴ്സസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ.
പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്? ഇതിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം ആൻഡ് ബൂലിയൻ അൽജിബ്ര എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് യൂണിറ്റ്സ്, ഡിജിറ്റൽ കാൽക്കുലേറ്റേഴ്സ്, എംബഡഡ് പ്രൊസസ്സേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലോജിക് ഗേറ്റ്സിൻ്റെയും യൂണിവേഴ്സൽ ഗേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ എന്താണ് ഇത് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം, അലാം സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കൺട്രോളേഴ്സിലൊക്കെ യൂസ് ചെയ്യാം. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ALU, മൾട്ടിപ്ലക്സിംഗ് സിസ്റ്റം, ഡാറ്റ റൂട്ടിങ്, കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും മൈക്രോ പ്രോസസ്സർ, DSP സിസ്റ്റം, അരിത്തമെറ്റിക് പ്രോസസ്സറിൽ യൂസ് ചെയ്യാം. മക്സ് ഡിമക്സുകളാണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, സിഗ്നൽ റൂട്ടിംഗ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. എൻകോഡേഴ്സും ഡീകോഡേഴ്സും നമ്മൾ പറഞ്ഞു സിലബസിൻ്റെ കൂടെ. അത് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. കീബോർഡ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസസിലൊക്കെ യൂസ് ചെയ്യാം. കമ്പാരേറ്ററും പാരിറ്റി ജനറേറ്ററും നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അത് എറർ ഡിറ്റക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ ഡിജിറ്റൽ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സീക്വൻഷ്യൽ സർക്യൂട്ട് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ രജിസ്റ്റർ, മെമ്മറി ഡിവൈസ്, ടൈമിംഗ് ആൻഡ് സിങ്കർണൈസേഷൻ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യാം. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും കൗണ്ടേഴ്സും സാധാരണ പ്രിഫർ ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ക്ലോക്ക്, ഫ്രീക്വൻസി കൗണ്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ട്രാഫിക് ലൈറ്റ് കൺട്രോളർ, വെൻഡിങ് മെഷീൻ, ഓട്ടോമേഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ലോജിക് ഫാമിലീസ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. TTL, CMOS, ECL ഒക്കെയാണ് ലോജിക് ഫാമിലീസ്. അത് ഹൈ സ്പീഡ് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ, ലോ പവർ VLSI സിസ്റ്റം, പ്രൊസസ്സർ ഡിസൈൻസിലൊക്കെ യൂസ് ചെയ്യാം. വെരിലോഗ് HTL പറയുന്നുണ്ട്. അത് FPGA പ്രോഗ്രാമിങ്, ASIC ഡിസൈൻ, ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പിങ്ങിലൊക്കെ യൂസ് ചെയ്യാം. FPGA ബേസ്ഡ് ഡിസൈൻ പറയുന്നുണ്ട്. അത് AI ആക്സിലേറ്റർ, റോബോട്ടിക്സ്, എംബഡഡ് സിസ്റ്റം, എയറോസ്പേസ് ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യാം. ട്രാഫിക് ലൈറ്റ് കൺട്രോളർ പ്രൊജക്റ്റ്, അത് സ്മാർട്ട് സിറ്റി ട്രാഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. വിസിറ്റർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കൗണ്ടർ, ഇത് നമ്മുടെ പ്രൊജക്റ്റ് ആപ്ലിക്കേഷനിൽ വരുന്നൊരു സംഭവമായിരുന്നേ. ഇത് ഇൻഡസ്ട്രിയൽ മോണിറ്ററിങ്, സ്മാർട്ട് ബിൽഡിങ്സ്, റീറ്റെയിൽ അനാലിസിസിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്നുള്ളൊരു പാർട്ട് പ്രൊജക്റ്റിൻ്റെ ബേസിൽ പറയുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ എൻക്രിപ്ഷൻ സിസ്റ്റം, പാസ്വേഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ എൻക്രിപ്ഷൻ സിസ്റ്റം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. വേവ് ഫോം ജനറേറ്ററും നമ്മുടെ പ്രൊജക്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. അത് സിഗ്നൽ പ്രോസസ്സിംഗ്, അതുപോലെ ടെസ്റ്റിംഗ് ലബോറട്ടറീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാമിംഗ് കോഡ് പാരിറ്റി ചെക്കർ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അത് എറർ കറക്ഷൻ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്. അത് CPU, അതുപോലെ മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചേഴ്സിൽ യൂസ് ചെയ്യാം. CMOS, NAND അല്ലെങ്കിൽ NOR സർക്യൂട്ട് നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. അത് VLSI ചിപ്പ് ഡിസൈൻ, VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ചിപ്പ് ഡിസൈൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയാണ് നമുക്ക് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇൻട്രൊഡക്ഷൻ തൊട്ട് നമ്പർ സിസ്റ്റം തൊട്ട് നമുക്ക് നമ്മുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.